ഹായ് എവരിവൺ, എല്ലാ ദിവസത്തിലും ഒരു 5 മിനിറ്റിലേക്ക് നിങ്ങളിങ്ങനെ തലകീഴായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡള്ളായിരിക്കുന്ന നിങ്ങളുടെ ഫേസ് ബ്രൈറ്റ് ആൻഡ് ഷൈനിങ് ആവുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? നിങ്ങൾക്ക് സാധിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളിത് വിശ്വസിച്ചേ പറ്റൂ. കാരണം ഈ ഒരു പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അവരുടെ ബെറ്റർ റിസൾട്ടിലേക്ക് എത്തുന്നുണ്ട്. ഈ തലകുത്തി നിൽക്കുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് പിടിച്ച കാര്യമല്ലേ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളിപ്പോൾ കുറച്ച് തടിയുള്ള വ്യക്തിയാണെങ്കിലും ഇനിയിപ്പോൾ ഭയങ്കര ലീൻ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്തായാലും ഇതിനെക്കുറിച്ച് ഞാൻ പിന്നീട് സംസാരിക്കാം. നിങ്ങൾ കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്തിന് ഭംഗി പോരാ എന്നൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് അതിൽ നിങ്ങളുടെ മുഖം മാത്രം അത്ര റെഡി അല്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ എത്ര തന്നെ ആക്നെ, പിമ്പിൾസ്, ഓപ്പൺ പോർസ്, കളർ ടാനിങ്, ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ, ഇത്തരത്തിൽ നിങ്ങളുടെ മുഖം എത്ര തന്നെ ഡൾ ആൻഡ് ബോറിംഗ് ആയിരുന്നാലും അതെങ്ങനെയാണ് ഒരു 7 ദിവസം കൊണ്ട് തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ക്ലിയർ സ്കിന്നിലേക്ക് മാറ്റുന്നതെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിൽ യാതൊരു കെമിക്കൽ പ്രൊഡക്ട്സും യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നില്ല. കാരണം വെറും ഒരു ക്രീം എടുത്ത് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ എല്ലാ പ്രോബ്ലവും ജെനുവിൻ ആയിട്ട് മാറും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇവിടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ച് സ്റ്റെപ്സ് ആൻഡ് ഹോം റെമഡീസ് പറഞ്ഞു തരും. സോ അതൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. എനിക്ക് ഉറപ്പാണ് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് ഇപ്പോൾ ഉള്ളതുപോലെ അല്ലാതെ നമ്മളൊക്കെ ജനിച്ച് കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് നല്ല ക്ലിയർ ആൻഡ് സോഫ്റ്റ് ആയിട്ട് നമ്മളുടെ സ്കിന്ന് എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഈ ഒരു വീഡിയോയെ 3 പാർട്ടായിട്ട് കാണാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിൻ ഇപ്പോൾ ഈ രീതിയിലായതിന് കാരണം എന്താണ്, ആ ഒരു റീസൺ എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ട്. പാർട്ട് 2 എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോൾ ഉള്ള സ്കിന്നിനെ പ്യൂരിഫൈ ചെയ്യാനുള്ള കുറച്ച് സ്റ്റെപ്സ്. പാർട്ട് 3 വീട്ടിലിരുന്ന് തന്നെ നമ്മൾക്ക് നമ്മളുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടും ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഹോം റെമഡീസ്. സോ ഫസ്റ്റ് പാർട്ടിലേക്ക് കടക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കുഞ്ഞു കുട്ടികൾക്ക് അവരുടെ സ്കിന്നൊക്കെ വളരെ സോഫ്റ്റ് ആയിരിക്കും. യാതൊരു പിമ്പിൾസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല. നമ്മൾ എല്ലാവരും തന്നെ കുട്ടിയായിരുന്ന സമയത്ത് ആ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അങ്ങനെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നതിൽ നിന്നും നമ്മളുടെ സ്കിന്ന് ഇപ്പോൾ ഇങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ ബാഡ് ഫുഡ് ഹാബിറ്റ് ആണ്. ഇപ്പൊ നമ്മളുടെ സ്കിന്ന് യാതൊരു സ്കിൻ പ്രോബ്ലംസും ഇല്ലാതെ നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവാം. ഇല്ലെങ്കിൽ ഒരുപാട് സ്കിൻ പ്രോബ്ലംസ്, ആക്നെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും കൂടിയും നമ്മളുടെ സ്കിന്ന് ഈ രീതിയിലാകാനുള്ള 3 കാരണങ്ങൾ എന്ന് പറയുന്നത്, 3 തിങ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഇൻടേക്കിംഗ് ഫുഡാണ്. അതായത് 40% ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന ഫുഡാണെന്നാണ് പറയുന്നത്. 2 നമ്മൾ ഡെയിലി ഉള്ള നമ്മളുടെ എൻവിറോൺമെന്റ് ആൻഡ് ഹാബിറ്റ്. ഇതാണ് 30% ഡിസൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള 30% ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ എടുത്തിട്ടുള്ള സ്കിൻ പ്രൊഡക്ട്സ്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോപ്പ്, ഷാംപൂ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. ഇതിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് മനസ്സിലാകും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനാണ്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് എണ്ണ അടങ്ങിയിട്ടുള്ള എണ്ണ പലഹാരങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിന്ന് ഡാമേജ് ആവുന്നത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ജങ്ക് ഫുഡ്സ് മാത്രമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മറ്റൊരു വ്യക്തി കംപ്ലീറ്റ് ആയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് കാര്യങ്ങൾ മാത്രമാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആരുടെ സ്കിന്നായിരിക്കും ഏറ്റവും ബ്രൈറ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക? തീർച്ചയായിട്ടും നാച്ചുറൽ ഫുഡ്സ് കഴിക്കുന്ന ഈ വ്യക്തിയുടേതായിരിക്കും. സോ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് ശരിക്കും നമ്മളുടെ ഫേസിൽ റിഫ്ലക്റ്റ് ആവുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അമിതമായിട്ട് ഓയിലി ആയിട്ടുള്ള ഫുഡും അതുപോലെ തന്നെ അമിത അളവിൽ ജങ്ക് ഫുഡ്സും കൺസ്യൂം ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക. കാരണം നിങ്ങൾ നാച്ചുറൽ ഫുഡ്സ് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ജങ്ക് ഫുഡ്സ് ആണ് കൺസ്യൂം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിന്ന് കംപ്ലീറ്റ്ലി ഡാമേജ് ആയിട്ടുണ്ടാവും. റീസൺ നമ്പർ 2, എൻവിറോൺമെന്റ് ആൻഡ് ബാഡ് ഹാബിറ്റ്. എൻവിറോൺമെന്റിനെ കുറിച്ച് വലിയ കാര്യങ്ങൾ പറയാനില്ല. ബട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു വേനൽക്കാലമൊക്കെ വരികയാണെങ്കിൽ നമ്മളുടെ ഫേസിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രശ്നങ്ങളും വരുന്നുണ്ടാവാം. ഇനിയിപ്പോൾ അതല്ല, തണുപ്പ് കാലമാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പല സ്കിൻ പ്രോബ്ലംസ് വരുന്നുണ്ടാവാം. പക്ഷെ അത് ആ ഒരു സീസൺ കഴിയുന്ന സമയത്ത് അത് നമ്മളുടെ സ്കിന്നിൽ നിന്ന് പോവുകയും ചെയ്യും. എന്നാൽ ഇവിടെ മെയിനായിട്ട് പറയേണ്ട കാര്യം നിങ്ങളുടെ ബാഡ് ഹാബിറ്റ്സിനെ കുറിച്ചാണ്. ശരിക്കും ഒരു സ്റ്റഡീസ് പറയുന്ന കാര്യം, കണ്ടിന്യൂസ് ആയിട്ട് മാസ്റ്റർബേഷൻ ചെയ്യുന്ന വ്യക്തികൾക്ക് താൻ മാസ്റ്റർബേഷൻ ചെയ്യുന്നത് കൊണ്ടാണ് തന്റെ മുഖത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് എന്ന ഒരു തോന്നലുണ്ട്.
എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് വെറും തോന്നൽ മാത്രമല്ല, അതാണ് റിയാലിറ്റി. ഇതിനുള്ള എക്സ്പ്ലനേഷൻ സയന്റിഫിക് ആയിട്ട് തന്നെ പറഞ്ഞു തരാം. നമ്മൾ മാസ്റ്റുർബേഷൻ ചെയ്ത് പുറത്ത് കളയുന്ന ആ ഒരു സെമനിൽ ഒരുപാട് വൈറ്റമിൻസ്, മിനറൽസ് ആൻഡ് കൊളാജൻ ഒക്കെ ഉണ്ട്. ഇതിലെ കൊളാജൻ ആണ് നമ്മളുടെ സ്കിന്നിനെ സ്ട്രോങ്, സോഫ്റ്റ് ആൻഡ് ഗ്ലോവിംഗ് ആയിട്ട് വെക്കുന്നത്. എന്നാൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മാസ്റ്റുർബേഷൻ ചെയ്ത് നിങ്ങളിൽ നിന്നും ഈ കൊളാജൻ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരത്തിൽ ആ കൊളാജന്റെ അളവ് വളരെ കുറവായിരിക്കും. സോ ഇതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിന്ന് ഡൾ ആൻഡ് ബോറിംഗ് ആയി മാറും. അതുപോലെ തന്നെ ഇതിനോടൊപ്പം വിറ്റാമിൻസ് ആൻഡ് മിനറൽസും വേസ്റ്റ് ആവുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്കിന്നിൽ ആക്നൈസ്, പിമ്പിൾസ് ഒക്കെ വരാനുള്ള കാരണവുമാകും. സോ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ബ്രഹ്മചര്യ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഇത്തരത്തിലെ പോൺ, മാസ്റ്റർബേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറി നിൽക്കണം. അതുപോലെ ആൽക്കഹോൾ, സ്മോക്കിംഗ് അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കും പോകാൻ പാടില്ല. സോ ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്കിൻ ഗ്ലോ ആവുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി റീസൺ നമ്പർ 3, കെമിക്കൽ പ്രൊഡക്ട്സ്. ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന സോപ്പ്, ഷാമ്പു ഒക്കെ തുടങ്ങിയ കെമിക്കൽ പ്രൊഡക്ട്സ് നിങ്ങളുടെ സ്കിന്നിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം സോപ്പും ഷാമ്പും ഒക്കെ യൂസ് ചെയ്യാതെ നമുക്ക് കുളിക്കാനും നമുക്ക് വൃത്തിയായിട്ടിരിക്കാനൊന്നും പറ്റില്ല എന്നുള്ള കാര്യം. പക്ഷേ അതല്ല, നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കാതെ ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതാണ്. സോ നിങ്ങളും ഇത്തരത്തിലുള്ള ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. അത്തരത്തിലുള്ള ഒരുപാട് കമന്റുകൾ വരികയാണെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ നമുക്കൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് നമ്മളുടെ സ്കിന്നിനെ പ്യൂരിഫൈ ചെയ്യാനുള്ള കുറച്ച് മെത്തേഡ്സ് നോക്കാം. മെത്തേഡ് നമ്പർ 1, ശീർഷാസന യോഗ. അതായത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തലകീഴായിട്ട് നിൽക്കുന്നത്. ഈ ഒരു യോഗയുടെ പിന്നിൽ ഒരു സയൻസ് ഉണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ തലകീഴായിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ബ്ലഡ് ഫ്ലോ റിവേഴ്സ് ആകും. ബ്ലഡ് നിങ്ങളുടെ ഫേസിലേക്ക് ട്രാവൽ ആകും. നമുക്കറിയാം നമ്മളുടെ ബ്ലഡിൽ ഓക്സിജൻ അളവ് നല്ല രീതിയിലുണ്ട് എന്നുള്ളത്. സോ ഇത്തരത്തിൽ തലകീഴായിട്ട് നിൽക്കുന്ന സമയത്ത് ബ്ലഡ് ഫ്ലോ നമ്മളുടെ മുഖത്തിന്റെ ഭാഗത്തേക്ക് ആവുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ഫേസ് സ്കിന്നും നല്ല രീതിയിൽ ഓക്സിജനേറ്റഡ് ആകുന്നു. ഇതുകൊണ്ട് തന്നെ നമ്മളുടെ ഫേസ് നല്ല രീതിയിൽ ഗ്ലോ ചെയ്യാൻ തുടങ്ങും. ഇതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒരു ഭിത്തിന്റെ സൈഡിൽ പോയിട്ട് ഇതുപോലെ തലകീഴായിട്ടൊന്ന് നിന്ന് നോക്കുക. അങ്ങനെ ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണ്, മൂക്ക്, ചെവി, മുഖം അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ബ്ലഡ് ഫ്ലോ അധികമാകുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. ഇതുകൊണ്ടാണ് നമ്മളുടെ ബോഡിയിൽ ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ശീർഷാസന യോഗ ആയുർവേദയിൽ മെയിൻ ആയിട്ട് പറയുന്നത്. സോ ഇത് നിങ്ങൾ ഒരു ദിവസത്തിലെ 5 മിനിറ്റത്തേക്ക് മാത്രം തുടർന്നുള്ള 7 ദിവസത്തേക്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഗ്ലോവിംഗ് ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. മെത്തേഡ് നമ്പർ 2, ഡ്രിങ്ക് വാട്ടർ അറ്റ് മോർണിംഗ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളുടെ ബോഡി 70% വാട്ടറാണ്. ഇത് യഥാർത്ഥത്തിൽ സയൻസ് പറയുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ ഈ ഒരു പോർഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാകും നമ്മളുടെ ഓരോ പാർട്സിലും എത്രത്തോളം വാട്ടർ കണ്ടന്റ് ഉണ്ട് എന്നുള്ളത്. സോ വെള്ളം കുടിക്കുക എന്നുള്ളത് നമ്മളുടെ ബോഡിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്നതിനപ്പുറത്തേക്ക് നമ്മളുടെ സ്കിൻ ഗ്ലോ ചെയ്യാനും ഇത് ഒരുപാട് സഹായിക്കും. നമുക്കറിയാം ശരിക്കും തണുപ്പ് കാലം ആവുന്ന സമയത്ത് നമ്മളുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് വരണ്ടുണങ്ങാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ നമ്മളുടെ സ്കിന്നിന്റെ ആ ഒരു ബ്യൂട്ടി എന്നുള്ളത് നഷ്ടപ്പെടാറുണ്ട്. കാരണം തണുപ്പ് കാലങ്ങളിൽ നമുക്കധികം ദാഹിക്കുന്നൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ വെള്ളം ഇൻടേക്ക് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. സോ അതുകൊണ്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ വെള്ളം കുടിച്ചിട്ട് നിങ്ങളുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുക. അതുപോലെ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നിങ്ങളൊരു 2 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക. മെത്തേഡ് നമ്പർ 3, ടേക്ക് ഗുഡ് സ്ലീപ്പ്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്കൊരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടാത്ത ദിവസങ്ങളിൽ, നിങ്ങൾ കറക്റ്റായിട്ട് ഉറങ്ങാത്ത ദിവസങ്ങളിലൊക്കെ രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങളുടെ മുഖം ഭയങ്കര ഡള്ളായിരിക്കും. ഒരു ദിവസം ഉറക്കം നഷ്ടപ്പെടുമ്പോൾ തന്നെ നമ്മളുടെ ഫേസിൽ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പം നമ്മൾ ഒരുപാട് നാളുകൾ ഇങ്ങനെ ഉറക്കം ലേറ്റ് ആവുക, ക്വാളിറ്റി സ്ലീപ്പ് കിട്ടാതിരിക്കുക, അങ്ങനെയൊക്കെ ആവുന്ന സമയത്തുള്ള കാര്യം നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവുമല്ലോ. ഹിന്ദുസ്ഥാൻ ടൈംസ് നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡീസിൽ പറയുന്ന കാര്യം, നമ്മളുടെ ഫേസിലേക്ക് മൊബൈൽ ഫോണിൽ നിന്നുള്ള ആ ഒരു ബ്ലൂ ലൈറ്റ് ഭയങ്കരമായിട്ട് അടിക്കുന്ന സമയത്ത് നമുക്ക് ഡ്രൈനെസ്, ഡെർമറ്റൈറ്റിസ്, പിഗ്മെന്റേഷൻ, ഡൾനെസ്, റിങ്കിൾസ് ആൻഡ് പ്രീമച്വർ ഏജിങ്, ഇതാണ് റിയാലിറ്റി എന്നുണ്ടെങ്കിൽ കൂടിയും ഇന്ന് എല്ലാ ആളുകളും ഉറങ്ങുന്ന സമയത്ത് ഒരുപാട് സമയം ബെഡിൽ കിടന്നുകൊണ്ട് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാറുണ്ട്.
അങ്ങനെ ചെയ്യുന്ന സമയത്ത് ബാക്കി എല്ലാ ലൈറ്റും ഓഫ് ചെയ്ത് നമ്മൾ ഈ ഒരു മൊബൈൽ ഫോൺ മാത്രം യൂസ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഫോണിൽ നിന്നുള്ള ലൈറ്റ്, ആ ഒരു ബ്ലൂ ലൈറ്റ് കറക്റ്റ് ആയിട്ട് നമ്മളുടെ മുഖത്തേക്ക് അടിക്കുകയും അത് നമ്മളുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ഏജിങ്ങിലേക്ക് കൊണ്ടുപോകും. സോ അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ ബെഡിലേക്ക് പോകുന്നതിന് മുമ്പേ മൊബൈൽ ഫോൺ എടുത്ത് മാറ്റി വെക്കുക. അതുപോലെ തന്നെ 8 മുതൽ 9 മണിക്കൂർ വരെ ഉറങ്ങാൻ ശ്രമിക്കുക. ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൽ വരുന്ന ഗ്ലോ എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് ഹോം റെമഡീസ് നോക്കാം. ഞാൻ നിങ്ങൾക്ക് 2 ഹോം റെമഡീസ് പറഞ്ഞു തരാം. അതിൽ ഏതാണോ നിങ്ങൾക്ക് മോർ കംഫർട്ടബിൾ അത് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഒരു ക്ലിയർ സ്കിൻ തരുന്നതിന് വേണ്ടി സഹായിക്കും. ഇതിൽ ഫസ്റ്റ് വൺ ആണ് ഫേസ് ക്ലേ മാസ്ക്. നിങ്ങൾ മിൽട്ടാണി മിൽട്ടി വാങ്ങിയതിനു ശേഷം അതിലേക്ക് കുറച്ച് റോസ് വാട്ടർ മിക്സ് ചെയ്ത് അത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയതിനു ശേഷം മുഖത്ത് പുരട്ടുക. അങ്ങനെ അത് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റിനു ശേഷം അത് കഴുകിക്കളയുക. ഇത് 2 വീക്സ് വൺസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ആയിട്ടുള്ളതാണ് അലോവേര. അലോവേരയുടെ ജെല്ല് നൈറ്റ് ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങളുടെ മുഖത്ത് പുരട്ടുക. എന്നിട്ട് നൈറ്റ് മുഴുവൻ അങ്ങനെ കീപ്പ് ചെയ്യുക. അതിനുശേഷം മോർണിംഗ് എഴുന്നേറ്റിട്ട് മുഖം കഴുകുക. ഇത് നിങ്ങൾക്ക് വീക്ക്ലി വൺസ് ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞ 2 കാര്യങ്ങളും നിങ്ങളുടെ ക്ലിയർ സ്കിന്നിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. സോ ഫ്രണ്ട്സ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ക്ലിയർ സ്കിൻ ലഭിക്കും. സോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.